ഇതിനൊരു മറുപടി കൊടുക്കാമോ എന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ച വീഡിയോ ആണിത്. എന്താണ് BJP മുന്നോട്ട് വെച്ച ഗ്യാരണ്ടി? അത് നടക്കുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും ആദ്യം പറയാനുള്ളത്, എല്ലാവരും കരുതുന്നത് പോലെ ഈ വ്യക്തി ഒരു നിഷ്പക്ഷ വീട്ടമ്മമാരുടെ പ്രതിനിധിയല്ല. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമാണ് നിഷാദ് തെറ്റയിൽ. അതുകൊണ്ട് തന്നെ സംഗതി പക്ക രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞൊന്നേ ഉള്ളൂ. ഇനി ഓരോന്നോരോന്നായി മറുപടി വ്യക്തമായി പറയാം. 2014 മൻമോഹൻ സിംഗ് അധികാരത്തിൽ നിന്നൊഴിയുമ്പോൾ പെട്രോളിന്റെ വില ലിറ്ററിന് 71 രൂപ. അന്ന് ക്രൂഡ് ഓയിൽ രാജ്യാന്തര മാർക്കറ്റിൽ ബാരലിന് $113. എക്സൈസ് നികുതി വേണ്ട എന്ന് വെച്ച് പെട്രോളിന്റെ വില 72 രൂപയിൽ പിടിച്ചു നിർത്തിയതാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ആദ്യം പറയുന്ന വാചകം തന്നെ നുണയാണ്. 2014 മൻമോഹൻ സിംഗ് അധികാരം വിട്ടൊഴിയുമ്പോൾ പെട്രോളിന് വില ലിറ്ററിന് 71 രൂപയല്ല. കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ആ കാലത്ത് 2014 മാർച്ചിൽ 83 രൂപയാണ് വില. അന്ന് സംസ്ഥാന നികുതി കുറവുണ്ടായിരുന്ന കാലത്തെ ഡൽഹിയിലെ വിലയാണ് ഇവർ പറയുന്നതെന്ന് കരുതിയാലും അതും 71 അല്ല, 73 രൂപ ലിറ്ററിനാണ്. ഇവർ പറയും പോലെ അന്ന് ക്രൂഡ് വില 113 അല്ല, $103 ആയിരുന്നു. അടുത്ത വാചകം, എക്സൈസ് നികുതി വേണ്ടെന്ന് വെച്ച ഡോക്ടർ മൻമോഹൻ സിംഗ് നികുതി പിടിച്ചു നിർത്തിയെന്നാണ്. അന്നത്തെ പെട്രോൾ എക്സൈസ് നികുതി 9 രൂപ 50 പൈസയായിരുന്നു ലിറ്ററിന്. ഇതിൽ എന്താണ്, എവിടെയാണ്, ആരാണ് വേണ്ടെന്ന് വെച്ചതെന്ന് മാത്രം മനസ്സിലായില്ല. എന്നാൽ മറ്റൊരു കാര്യം ഞാൻ പറയാം. 2004 വാജ്പേയി അധികാരം വിട്ടൊഴിയുമ്പോൾ, അതായത് മൻമോഹൻ സിംഗ് അധികാരമേൽക്കുമ്പോൾ ഈ രാജ്യത്ത് പെട്രോളിന് വില ലിറ്ററിന് 33 രൂപ 50 പൈസയായിരുന്നു, ഡീസലിന് ലിറ്ററിന് 22 രൂപയും. എന്നാൽ 2014 മൻമോഹൻ സിംഗ് അധികാരം വിട്ടൊഴിയുമ്പോൾ അത് പെട്രോളിന് കേരളത്തിൽ 83 രൂപയും ഡീസലിന് 63 രൂപ 50 പൈസയുമായിരുന്നു എന്നതാണ് വസ്തുത. അന്ന് മോദി ആർത്തു വിളിച്ചു, എനിക്ക് 50 ദിവസം തരൂ, പെട്രോളിന്റെ വില ഞാൻ 50 രൂപയാക്കി തരാം. എനിക്ക് 50 ദിവസം തരൂ, പെട്രോൾ ഞാൻ 50 രൂപയ്ക്ക് തരാമെന്ന് മോദി ഒരു കാലത്തും ഒരിടത്തും പറഞ്ഞിട്ടില്ല. കെ സുരേന്ദ്രൻ പോലും അത് പറഞ്ഞത് 2016 നോട്ട് പിൻവലിക്കൽ സമയത്ത്, അതും ഏഷ്യാനെറ്റ് ഒരു ചർച്ചയിൽ, അല്ലാതെ BJPയുടെ പ്രകടനപത്രികയിലല്ല. മോദി പറഞ്ഞത് ഇപ്രകാരമാണ്: കോൺഗ്രസിന് 60 വർഷം കൊടുത്തില്ലേ, എനിക്ക് ജനങ്ങൾ 60 മാസം ഭരിക്കാൻ തരൂ, ഇന്ത്യയിൽ മാറ്റങ്ങളുണ്ടാക്കി കാണിക്കാമെന്നാണ്. പറയാത്ത കാര്യം പറഞ്ഞെന്ന് പറയുന്നത് വെറും ചീഞ്ഞ കോൺഗ്രസ് രാഷ്ട്രീയം മാത്രമാണ്. ഇന്ന് പെട്രോളിന്റെ വില 106 രൂപ. നിഷാദ് തെറ്റയിലിൻ്റെ അടുത്ത വാചകം, ഇന്നത്തെ പെട്രോൾ വില ലിറ്ററിന് 106 രൂപ എന്നാണ്. അതായത് 2014 വില പറയുമ്പോൾ ഡൽഹിയിലെ കുറഞ്ഞ വിലയും 2024 വില പറയുമ്പോൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അധിക നികുതി വാങ്ങുന്ന കേരളത്തിലെ 106 പറഞ്ഞിട്ട് അതിൻ്റെ കുറ്റം മോദിക്ക് ചാർത്തിക്കൊടുക്കുന്ന വെറും കോൺഗ്രസ് രാഷ്ട്രീയം മാത്രമാണ്. ഇന്നത്തെ കേരളത്തിലെ പെട്രോൾ വിലയുടെ കൃത്യമായ ബ്രേക്കപ്പ് ഇങ്ങനെയാണ്. ലിറ്ററിന് 107 രൂപ 54 പൈസയാണ് ഇന്ന് തിരുവനന്തപുരത്തെ പെട്രോൾ വില. അതിൽ ഇന്ധന കമ്പനിയുടെ വില, ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അടക്കം 55 രൂപ 62 പൈസയാണ്. കേന്ദ്ര നികുതി 19 രൂപ 90 പൈസ. പമ്പുകളുടെ കമ്മീഷൻ ലിറ്ററിന് 3 രൂപ 81 പൈസ. ബാക്കി 28 രൂപ 21 പൈസയാണ് ഓരോ ലിറ്ററിനും കേരളം ചുമത്തുന്ന പെട്രോൾ നികുതി. ഡീസലിൻ്റെ കാര്യത്തിൽ ഇത് യഥാക്രമം ഇന്നത്തെ വില 96 രൂപ 41 പൈസയാണെങ്കിൽ എണ്ണക്കമ്പനി വില 56 രൂപ 38 പൈസ, കേന്ദ്ര നികുതി 15 രൂപ 80 പൈസ, പമ്പുകളുടെ കമ്മീഷൻ ലിറ്ററിന് 2 രൂപ 62 പൈസ, ബാക്കി 21 രൂപ 61 പൈസ ഓരോ ലിറ്ററിനും കേരളം ഈടാക്കുന്ന ഡീസലിൻ്റെ സംസ്ഥാന നികുതിയാണ്. മറ്റൊന്നുകൂടി പറയാം. ഡോക്ടർ മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് 10 രൂപയായിരുന്ന പെട്രോൾ കേന്ദ്ര നികുതി മോദി പലതവണയായി ഉയർത്തി 19 രൂപ വരെ ആക്കിയിരുന്നു. എന്നാൽ 2020 കോവിഡ് കാലത്ത് ജൂൺ മാസം അത് 32 രൂപയാക്കി കേന്ദ്ര നികുതി മോദി ഉയർത്തി. പിന്നീട് പലതവണയായി അത് കുറയ്ക്കുകയും ചെയ്തു. എന്നാൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന കാലത്ത് ലിറ്ററിന് 16 രൂപ മാത്രമായിരുന്ന സംസ്ഥാന നികുതി ഇന്ന് 28 രൂപ 50 പൈസയാണെന്നുകൂടി നിഷാദ് തെറ്റയിൽ ഓർക്കണം. ഇനി ഉമ്മൻചാണ്ടിയുടെ കാലം കൂടി അറിയണം. മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് കേന്ദ്രത്തിൽ ഇന്ധനവില വർദ്ധിക്കുമ്പോൾ കേരളത്തിൽ ജനരോഷം കുറയ്ക്കുന്നതിനു വേണ്ടി വിൽപ്പന നികുതിയിൽ ലഭിക്കുമായിരുന്ന ഓരോ രൂപയ്ക്ക് 30 പൈസ വീതം 4 തവണ ഉമ്മൻചാണ്ടി വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ അതേ ഉമ്മൻചാണ്ടി തന്നെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇതുപോലെ കുറച്ച മുഴുവൻ സംസ്ഥാന നികുതിയും തിരികെ പഴയ പോലെയാക്കി ഉയർത്തുകയും ചെയ്തു. അതിൻ്റെ ഉദാഹരണമാണ് മോദി സർക്കാരിൻ്റെ ആദ്യകാലത്തെ ഈ പട്ടിക നോക്കിയാൽ തമിഴ്നാടിനേക്കാൾ 4 രൂപയോളം ലിറ്ററിന് കൂടുതലാണ് കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഈടാക്കിയിരുന്നതെന്ന് മനസ്സിലാകും. പിന്നീട് തമിഴ്നാടും ഡൽഹിയും ബംഗാളും ഉൾപ്പെടെ എല്ലാ BJP ഇതര സംസ്ഥാനങ്ങളും നരേന്ദ്രമോദി കേന്ദ്രം ഭരിക്കുന്ന കാലത്ത് അവരുടെ സംസ്ഥാന നികുതി ഉയർത്തുകയും ചെയ്തു.
കേരളം അതുക്കും മേലെ സെസ് കൂടി ഉൾപ്പെടുത്തി രാജ്യത്ത് ഏറ്റവും ഉയർന്ന ഇന്ധനവില ഈടാക്കി ജനങ്ങളെ പിഴിഞ്ഞ് കുറ്റം മോദിക്കുമേൽ ചാർത്തുന്നു എന്നതാണ് മലയാളി ഇപ്പോഴും മനസ്സിലാക്കാതെ പോകുന്ന വസ്തുത. അത് മനസ്സിലാക്കാൻ മലയാളികൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന സംസ്ഥാനത്തെ പെട്രോൾ ഡീസൽ വില മാത്രം ഉദാഹരണമായി പറയാം. മറ്റുള്ള BJP സംസ്ഥാനങ്ങളിലെ ഇന്ധനവില നിങ്ങൾ തന്നെ പരിശോധിച്ചോളൂ. ഗുജറാത്തിലെ ഇന്നത്തെ പെട്രോൾ വില 94 രൂപ 44 പൈസ, ഡീസൽ 90 രൂപ 11 പൈസ. ഉത്തർപ്രദേശിലെ ഇന്നത്തെ പെട്രോൾ വില 94 രൂപ 70 പൈസ, ഡീസൽ 88 രൂപ. കേരളത്തിലെ വില പെട്രോളിന് 108ഉം ഡീസലിന് 97ഉം. കഴിഞ്ഞ 10 വർഷത്തിൽ ഒരിക്കൽ പോലും വില കുറയ്ക്കാൻ മോഡിക്ക് കഴിഞ്ഞതേയില്ല. പൊളിഞ്ഞു പാളീസായ BJP സർക്കാരിന്റെ ആദ്യത്തെ ഗ്യാരണ്ടി. BJP അനുഭാവികൾ പോലും നിഷ പറയുന്നത് ശരിയാണെന്നാവും കരുതുന്നത്. കുറഞ്ഞ വിലയ്ക്ക് പെട്രോളും ഡീസലും അടിച്ച മലയാളി തീർച്ചയായും അത് മറന്നുപോയിട്ടുണ്ടാകും. സ്വാഭാവികമാണ്. കൃത്യമായ ഇന്ത്യൻ ഓയിൽ വെബ്സൈറ്റിലെ ഡേറ്റ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ തെളിവായി വെച്ചുകൊണ്ട് തന്നെ പറയാം. മോദി സർക്കാരിൻ്റെ ആദ്യ ഭരണകാലത്ത് ക്രൂഡിന് വില കുറഞ്ഞു തുടങ്ങിയത് 2015 ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ്. അതിൻ്റെ ഭാഗമായി ഡൽഹിയിലെ വില ലിറ്ററിന് 73 രൂപയിൽ നിന്ന് കുറഞ്ഞ് 2015 സെപ്റ്റംബറിൽ ലിറ്ററിന് 61 രൂപയിലെത്തി. ഡീസലിന് ലിറ്ററിന് 47 രൂപയും. ആ സമയത്ത് കേരളത്തിൽ പെട്രോളിന് 66 രൂപയും ഡീസലിന് 53 രൂപയും. മലയാളി മറന്നു കാണും. എന്നാൽ കണക്കുകൾ കള്ളം പറയില്ലല്ലോ. പിന്നീട് വീണ്ടും കുറഞ്ഞ് 2016 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പെട്രോളിന് ലിറ്ററിന് ഡൽഹിയിലെ വില 56 രൂപ വരെ എത്തി. ഡീസലിന് അന്ന് 44 രൂപയും. കേരളത്തിൽ അന്ന് പെട്രോൾ വില ലിറ്ററിന് 60 രൂപയും ഡീസലിന് 49 രൂപയും. മലയാളി മറന്നുപോകും, സ്വാഭാവികമാണ്. 2015 സെപ്റ്റംബർ മുതൽ 1.5 വർഷത്തോളം ഇതേ 60 രൂപയിൽ താഴെ പെട്രോളും 50 രൂപയിൽ താഴെ ഡീസലും കൊടുത്തിട്ടും ഈ രാജ്യത്ത് ഒരിടത്തും ബസ് ചാർജോ ഓട്ടോ ചാർജോ ലോഡിംഗ് ചാർജോ കുറഞ്ഞില്ല. ഒരു സാധനത്തിനും അതിനാനുപാതികമായി വില കുറഞ്ഞില്ല. കാരണം ഒരിക്കൽ കൂടിയ മാർക്കറ്റ് വില കുറയ്ക്കാൻ മടിയുള്ള കച്ചവട മാഫിയ തന്നെയാണ് അതിന് കാരണം. ഇന്ധനവിലയിലെ കുറവ് ജനങ്ങൾക്ക് നേരിട്ട് അതിൻ്റെ പ്രയോജനം കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ് നരേന്ദ്രമോദി പിന്നീട് കേന്ദ്ര നികുതി ഉയർത്തി പണം ഖജനാവിലേക്ക് ശേഖരിച്ച് ഈ നാട്ടിൽ റോഡ് വികസനം നടപ്പിലാക്കിയത്. പിന്നീട് 2017 മുതൽ കോവിഡ് കാലമായ 2020 ഏപ്രിൽ വരെ പെട്രോളിന് ലിറ്ററിന് കൂടുതൽ മാസവും 72 മുതൽ 76 രൂപ വരെ ആയിരുന്നു എന്നത് കേരളത്തിലെ ഈ വിലയുടെ ചാർട്ട് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. വളരെ കുറച്ച് മാസങ്ങളിൽ മാത്രം അത് 80 മുതൽ 82 രൂപ വരെ വന്നിട്ടുണ്ട്. അതായത് 2020 ഏപ്രിൽ മെയ് മാസം വരെയും മൻമോഹൻ സിംഗിൻ്റെ കാലത്തെ 2014 83 രൂപ ലിറ്ററിന് പെട്രോൾ വില മോദി കാലത്ത് കേരളത്തിൽ പോലും വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. നന്ദഗോപാൽ മാരാർ പറഞ്ഞ പോലെ വലിയ ചന്ദനാദി ബെസ്റ്റാണ് എന്നേ നിഷാ തെറ്റേലിനോട് പറയാനുള്ളൂ. പിന്നീട് കോവിഡ് കാലത്ത് കേന്ദ്ര നികുതി ഇന്ധനത്തിന് 32 രൂപയിലേക്ക് ഉയർത്തിയതിന് ശേഷമാണ് വില 90ലേക്കും 100ലേക്കും കേരളത്തിൽ കടന്നത്. കേരളം ഒരു തവണ പോലും വിലയിൽ കുറവ് വരുത്തിയില്ല. എന്നാൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ സംസ്ഥാന നികുതി കുറച്ച് ജനങ്ങൾക്ക് ആശ്വാസം നൽകി. പിന്നീട് കേന്ദ്രം ഉയർത്തിയ നികുതി പൂർണ്ണമായും നരേന്ദ്രമോദി സർക്കാർ പിൻവലിച്ചു. അതിൻ്റെ ഫലമാണ് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ഇന്നത്തെ ഗുജറാത്തിലെ പെട്രോൾ വില ലിറ്ററിന് 94 രൂപ 44 പൈസ, ഡീസലിന് 90 രൂപ 11 പൈസ. യോഗിയുടെ ഉത്തർപ്രദേശിലെ ഇന്നത്തെ പെട്രോൾ വില ലിറ്ററിന് 94 രൂപ 70 പൈസ, ഡീസലിന് 88 രൂപ. കേരളത്തിൽ തിരുവനന്തപുരത്ത് ഇന്നത്തെ പെട്രോൾ വില ലിറ്ററിന് 108 രൂപ, ഡീസലിന് 97 രൂപ. എന്നിട്ടും കുറ്റം മോദിക്കോ എന്ന് നിഷയോട് തിരിച്ചു ചോദിക്കേണ്ടത് മലയാളികളാണ്. ഇതുകൂടാതെ ഒരു കണക്ക് കൂടി ഞാൻ പറയാം. രാജ്യത്താകെ ഒരു വർഷം വിൽക്കുന്ന പെട്രോളും ഡീസലും എന്നത് 11,000 കോടി ലിറ്ററാണ് എന്നതാണ് ഏകദേശ കണക്ക്. കേരളത്തിൽ മാത്രം വിൽക്കുന്നത് 420 കോടി ലിറ്റർ. അതിൽ 75% ഡീസൽ, ബാക്കി 25% പെട്രോൾ. അതായത് കേരളത്തിൽ ഒരു വർഷം വിൽക്കുന്ന 315 കോടി ലിറ്റർ ഡീസലിന് കേന്ദ്രം ഈടാക്കുന്ന നികുതി ഓരോ ലിറ്ററിന് 15 രൂപ 80 പൈസ വെച്ച് 4,977 കോടി രൂപ. പെട്രോൾ നികുതി ലിറ്ററിന് 19 രൂപ 90 പൈസ വെച്ച് 105 കോടി ലിറ്ററിന് 2,090 കോടി രൂപയാണ് കേന്ദ്രം നികുതി ഈടാക്കുന്നത്. കേന്ദ്രത്തിന് കേരളത്തിൽ നിന്ന് ഇന്ധന നികുതിയായി ലഭിക്കുന്നത് 7,067 കോടി രൂപ വർഷം. എന്നാൽ കേരളത്തിന് ഇന്ധനത്തിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന നികുതി ഡീസൽ 315 കോടി ലിറ്ററിന് 22 രൂപ വീതം കണക്കുകൂട്ടിയാൽ 6,930 കോടി രൂപ. പെട്രോൾ വിൽപ്പനയിൽ കേരളത്തിന് 28 രൂപ 21 പൈസ വെച്ച് കൂട്ടിയാൽ 105 കോടി ലിറ്ററിന് ഏതാണ്ട് 3,000 കോടി രൂപ. അതായത് ഏതാണ്ട് 10,500 കോടി രൂപ കേരളത്തിന് ഇന്ധന നികുതി മാത്രമായി നേരിട്ട് ലഭിക്കുന്നു.
ഇന്ത്യയിൽ ആകെ വിൽക്കുന്ന ഇന്ധനത്തിൻ്റെ അടിസ്ഥാന നികുതിയുടെ 42%-ൻ്റെ 2.5%-മാണ് കേരളത്തിൽ ലഭിക്കുന്ന എക്സൈസ് വിഹിതം. അതുമാത്രമായി കേരളത്തിന് കേന്ദ്രം കഴിഞ്ഞ വർഷം നൽകിയത് 700 കോടി രൂപയാണ്. അതായത് കേന്ദ്രത്തിന് ഒരു വർഷം കേരളത്തിൽ നിന്ന് ഇന്ധന നികുതിയായി ആകെ ലഭിക്കുന്ന 7067 കോടി രൂപയിൽ നിന്ന് 700 കോടി രൂപ കേരളത്തിന് വിഹിതമായി തിരികെ നൽകുന്നു. കേരളത്തിൽ നിന്ന് ഇന്ധന നികുതിയായി മാത്രം കേന്ദ്രം കൊണ്ടുപോകുന്നത് 6300 കോടി രൂപയാണെങ്കിൽ കേരളത്തിന് ലഭിക്കുന്നത് സംസ്ഥാന നികുതിയും കേന്ദ്ര വിഹിതവും അടക്കം 10700 കോടി രൂപയാണ് ഒരു വർഷം. 2014 പാചകവാതകത്തിന്റെ വില 410 രൂപ. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഗ്യാസിന്റെ വില കുറയ്ക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, വില 1160 രൂപ വരെ എത്തി. UPA സർക്കാരിന്റെ കാലത്ത് 14.2 കിലോഗ്രാം ഗ്യാസ് സിലിണ്ടറിന്റെ വില 1241 രൂപയായിരുന്നെന്ന് ഈ പത്രവാർത്ത കണ്ടാലെങ്കിലും നിങ്ങൾ ഓർക്കണം. പക്ഷേ അന്ന് കേന്ദ്ര സബ്സിഡി പെട്രോളിയം കമ്പനികൾക്ക് നൽകി ഉപഭോക്താക്കൾക്ക് 445 രൂപ നിരക്കിൽ ഗ്യാസ് കോൺഗ്രസ് സർക്കാർ നൽകിയിരുന്നു. മോഡി സർക്കാരിൻ്റെ തുടക്കകാലത്ത് അത് 493 രൂപയായി കേന്ദ്രം ഉയർത്തി. ബാക്കി തുക സബ്സിഡി നൽകിയിരുന്നു. പിന്നീട് ക്രൂഡ് വിലയിൽ കുറവുണ്ടായപ്പോൾ 14.2 കിലോഗ്രാം സാധാരണ ഗ്യാസ് സിലിണ്ടറിൻ്റെ വില 550 രൂപ വരെയായി കുറയുകയും ഉപഭോക്താക്കൾ മുഴുവൻ വിലയും കൊടുത്തു വാങ്ങാനും സബ്സിഡി ഉപഭോക്താവിൻ്റെ അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തിക്കാനും നരേന്ദ്രമോദി പദ്ധതി തുടങ്ങി. പിന്നീട് ഗ്യാസ് വില 660ആയും 740ആയും ഇപ്പോഴത്തെ വില നിഷാദത്തിൽ പറയുന്ന പോലെ 1160 അല്ല, അത് വെറും 812 രൂപയാണ്. ഫലത്തിൽ ഇപ്പോഴും UPA സർക്കാരിൻ്റെ കാലത്തേക്കാൾ ഗ്യാസ് വിലയിൽ സിലിണ്ടറിന് 440 രൂപയോളം കുറവാണ് എന്നുള്ളതാണ് വസ്തുത. പക്ഷേ കൊറോണ ലോക്ക്ഡൗൺ മുതൽ ഉപഭോക്താക്കൾക്ക് അക്കൗണ്ടിലേക്ക് എത്തിയിരുന്ന സബ്സിഡി തുക ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഏതാണ്ട് 9 കോടി ഉജ്ജ്വല ഉപഭോക്താക്കൾക്ക് കൊറോണ കാലം മുതൽ ഗ്യാസ് സൗജന്യമായി നൽകുന്നത് കൊണ്ടാണോ മറ്റുള്ളവർക്ക് സബ്സിഡി തുക നൽകാത്തത് എന്ന് വ്യക്തമാക്കിയിട്ടില്ല നരേന്ദ്രമോദി. അത് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പ്രതിവർഷം 2 കോടി തൊഴിൽ നൽകാം, ഇതായിരുന്നു അടുത്ത ഗ്യാരണ്ടി. തൊഴിലില്ലായ്മ 2 ദശകത്തിനിടെ ഇരട്ടിയായി എന്ന് 2024 ഇന്ത്യ എംപ്ലോയ്മെന്റ് റിപ്പോർട്ടിൽ പറയുന്നു. CPM ഭരിക്കുന്ന കേരളവും കർണാടകവും ഹിമാചൽ പ്രദേശും ഭരിക്കുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും ചേർന്ന് മാത്രം അവകാശപ്പെടുന്നത് വർഷം 3 കോടി പേർക്ക് തൊഴിൽ നൽകുന്നുവെന്നാണ്. അപ്പോൾ ഈ സംസ്ഥാനങ്ങൾ ഇന്ത്യയിലല്ലേ നിഷാദത്തിൽ? ഇനി കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളിലെ മാത്രം കണക്കാണ് വേണ്ടതെങ്കിൽ ഇൻ്റർവ്യൂ പോലും ഒഴിവാക്കി എത്ര ലക്ഷം പേരെയാണ് ഗ്രൂപ്പ് D കാറ്റഗറിയിൽ മാത്രം കേന്ദ്ര സർക്കാർ നിയമിച്ചത്? റെയിൽവേ തുടങ്ങി പ്രത്യേകമായ കണക്ക് ഞാൻ പറയുന്നില്ല. പക്ഷേ തൊഴിലെന്നാൽ ഓരോ പൗരനും വരുമാനമാർഗം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുതന്നെയാണ് BJPയുടെയും നയം. കേന്ദ്ര സർക്കാരിൻ്റെയും വിവിധ ബാങ്കുകളുടെയും ഡേറ്റ പ്രകാരം ഈ രാജ്യത്ത് മുദ്രാ യോജന 25 ലക്ഷം കോടി രൂപ രാജ്യത്താകെ 44 കോടി ആളുകൾക്കായി വിതരണം ചെയ്തു. കേരളത്തിൽ മാത്രം 91,200 കോടി രൂപ 1,40 ലക്ഷം വ്യക്തികൾക്ക് വിതരണം ചെയ്തു. സ്റ്റാൻഡപ്പ് ലോൺ രാജ്യത്താകെ 22,000 കോടി രൂപ ഏതാണ്ട് 2 ലക്ഷം ബിസിനസ് സംരംഭങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ നൽകി. കേരളത്തിൽ മാത്രം 740 കോടി രൂപ 7,600 ഗുണഭോക്താക്കൾക്ക്. തെരുവ് കച്ചവടക്കാരെ സഹായിക്കാൻ ഈടില്ലാതെ ലോൺ നൽകുന്ന PM സ്വനിധി രാജ്യത്താകെ 57 ലക്ഷം പേർക്ക് ലഭിച്ചു. അതിൽ 44% പേർ സ്ത്രീകളാണ്, 42% OBC വിഭാഗത്തിൽപ്പെട്ടവർ, 22% SC/ST വിഭാഗത്തിൽപ്പെട്ടവർ. കേരളത്തിൽ മാത്രം 70,000 തെരുവ് കച്ചവടക്കാരാണ് പദ്ധതി ഉപയോഗപ്പെടുത്തി ലോൺ വാങ്ങിയത്. ബാങ്കുകൾ തന്നെ പറയുന്നത് ഈടില്ലാതെ ലോൺ എടുത്ത ഈ ആളുകളുടെ തിരിച്ചടവിൽ കുടിശ്ശികയുള്ളത് കേവലം 5% ആളുകൾക്ക് മാത്രമാണ് എന്നാണ്. അതായത് 44 കോടി പേരിൽ ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാതെ ബിസിനസ്സിൽ പരാജയപ്പെട്ടത് 4 കോടി പേർ പോലുമില്ല. അതായത് 40 കോടി പേർ ഈ പദ്ധതികൾ കൊണ്ട് ഈ രാജ്യത്ത് അന്തസ്സായി ജീവിക്കുന്നു എന്നാണ് ബാങ്കുകളുടെ ഡേറ്റ. അതിൽ തന്നെ 8 കോടി ആളുകൾ ആദ്യമായി ബിസിനസ് ചെയ്യുന്നവരാണ് എന്നാണ് ബാങ്ക് പറയുന്നത്. ആ 8 കോടി പേര് കഴിഞ്ഞ 10 വർഷത്തിൽ പുതിയതായി ജോലി ലഭിച്ചവരുടെ കണക്കിൽ വരില്ലേ നിഷാദത്തിൽ? ഇനി ഗഡ്കരി പറഞ്ഞ മറ്റൊരു മറുപടിയും കൂടി പറയാം. ഇന്ന് രാജ്യത്ത് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ദേശീയപാത, റോഡുകൾ, പാലങ്ങൾ നിർമ്മാണം മാത്രം നടക്കുന്നു, കഴിഞ്ഞ സർക്കാരിൻ്റെ ഇരട്ടിയിലധികം വേഗത്തിൽ. അപ്പോൾ സ്വാഭാവികമായും പുതിയ മെഷീനറികൾ, വാഹനങ്ങൾ, കമ്പി, സിമൻറ്റ്, കോൺക്രീറ്റ് എല്ലാം ഉൽപ്പാദനം കൂടുമ്പോൾ അവിടെ കൂടുതൽ തൊഴിലാളികൾ സ്വാഭാവികമായി ഉണ്ടാവുകയില്ലേ? ഇതൊക്കെ തൊഴിലവസരമുണ്ടായതിൻ്റെ കണക്കിൽ പെടില്ലേ? സ്വകാര്യ സംരംഭങ്ങൾക്ക് എതിര് നിൽക്കുന്ന ഒരു നയമല്ല BJPയുടേത്. എല്ലാം പൊതുമേഖലയിൽ ചുമന്നു കടന്ന് നഷ്ടം സഹിച്ച് പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കും വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് നയമല്ല BJPയുടേത്. മറ്റൊന്ന്, കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് പറഞ്ഞിട്ട് കർഷകർക്ക് സമരം ചെയ്യാൻ പോലും പറ്റാത്ത വിധം അവരെ വഴിയിൽ തടയുന്ന നരേന്ദ്രമോദി എന്നാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡും സോയിൽ ഹെൽത്ത് കാർഡും കർഷകർക്കുള്ള ലോണും ഒക്കെ അവർക്ക് നൽകിയ നേട്ടങ്ങൾ.
രാജ്യമാകെ നിർമ്മിക്കുന്ന 2 ലക്ഷം സ്റ്റോറേജ് കേന്ദ്രങ്ങൾ തുടങ്ങി പറയാൻ ഒരുപാടുണ്ട്. കർഷകർക്ക് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന നേട്ടങ്ങൾ മാത്രം പറഞ്ഞ ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കൂടാതെ രാജ്യത്താകെ 14 കോടി കർഷകർക്ക് വർഷം 6000 രൂപ അക്കൗണ്ടിൽ ലഭിക്കുന്നു. കേരളത്തിൽ 32 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾക്ക് കിസാൻ സമ്മാൻ നിധി നൽകുന്നു. അതുമാത്രമല്ല, ഇതേ നിഷാദ് പട്ടേലിൻ്റെ പാർട്ടിയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി പറഞ്ഞത് കേന്ദ്രം സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുന്ന 1 രൂപയിൽ 15 പൈസ മാത്രമേ അവരുടെ കയ്യിൽ കിട്ടുന്നുള്ളൂ എന്നാണ്. അതായത് ഇടനില നിന്ന് ഓരോ രൂപയുടെയും 85 പൈസ ആരോ അടിച്ചു മാറ്റിയിരുന്നു. ആ ആളുകളുടെ സംഘമായിരുന്നു കോൺഗ്രസ് എങ്കിൽ ഇന്ന് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന സ്കീം വഴി രാജ്യത്താകെ 314 പദ്ധതികളുടെ സബ്സിഡി തുകകളും സ്കോളർഷിപ്പും സാധാരണ ജനങ്ങൾക്ക് അക്കൗണ്ടിൽ ലഭിച്ചത് 34 ലക്ഷം കോടി രൂപയാണ്. രാജ്യത്താകെ ഈ തുക അതാത് മാർക്കറ്റിലുണ്ടാക്കുന്ന ചലനം രാജ്യത്തിൻ്റെ ധനകാര്യ വ്യവസ്ഥയ്ക്ക് എത്ര സഹായകമാണെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകില്ലെങ്കിലും ഇത് കാണുന്ന സാമ്പത്തിക വിദഗ്ധർക്ക് മനസ്സിലാകും. പിന്നെ സ്ഥിരം മണിപ്പൂർ, ഗുസ്തി താരങ്ങൾ, ആൾക്കൂട്ട കൊല, പശു, ബീഫ്, നോട്ട് പിൻവലിക്കൽ, ഇലക്ട്രൽ ബോണ്ട് എന്നൊക്കെയുള്ള കഥകൾ മറുപടി അർഹിക്കുന്നില്ല. നോട്ട് പിൻവലിക്കൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച തകർത്തു എന്ന് പറയുന്ന നിഷയോട് ഇത്രയേ പറയുന്നുള്ളൂ. അമേരിക്കയും ചൈനയും ജപ്പാനും ജർമ്മനിയും അടക്കം പിന്നോട്ട് വളരുന്ന ഈ കോവിഡ് കാലത്ത് 8% മുകളിൽ ആഭ്യന്തര സാമ്പത്തിക വളർച്ച കാണിക്കുന്ന ഒരേയൊരു രാജ്യം നരേന്ദ്രമോദിയുടെ ഭാരതമാണ്. മാത്രമല്ല, നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ലോകത്ത് 11ാം സ്ഥാനത്തായിരുന്ന ഭാരതം ഇന്ന് സാമ്പത്തിക സ്ഥിതിയിൽ 5 ട്രില്യൺ ഇക്കണോമി നേടിയെടുത്തുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ലോകത്ത് 5ാം സ്ഥാനത്താണ്. വീട്ടിൽ വെറുതെ ഇരുന്ന് ഇങ്ങനെ നുണ പറയുമ്പോൾ നിഷാദ് പട്ടേൽ ഓർക്കണ്ടേ, ഇപ്പുറത്തും കണക്കറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന്. ഇപ്പുറത്ത് ഒരുത്തൻ കാണുമെന്ന് ഒരു മര്യാദ വേണ്ടേ?